ഓണാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള തൃശ്ശൂരിലെ പുലിക്കളി ഇന്ന് നടക്കും. വിവിധ പുലിമടകളിൽ നിന്നും പുലിക്കളിക്കായുള്ള തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലാണ്. പുലികൾക്കുള്ള മെയ്യെഴുത്ത് രാവിലെ തന്നെ ആരംഭിച്ചിരിക്കുന്നു. 9 പുലിമടകളിൽ നിന്നായി 450-ലധികം പുലികളാണ് ഇന്ന് വൈകുന്നേരം തൃശ്ശിവപേരൂരിനെ വിറപ്പിക്കാനെത്തുന്നത്. പുലികളി വിശേഷങ്ങളുമായി തൃശ്ശൂരിൽ നിന്നും മിഥുൻ അയ്യപ്പൻ ചേർന്നുണ്ട്. മിഥുൻ, എത്രത്തോളം ആവശ്യമാണ്? തീർച്ചയായിട്ടും പുലിക്കളി ആവേശം അങ്ങനെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ് എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അയ്യന്തോൾ ദേശത്താണ്. എനിക്ക് പുറകിൽ കാണാം അയ്യന്തോൾ ദേശം ഈ കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങളിലായി നേടിയെടുത്ത പുലിക്കളിയുടെ വിവിധ ഇനങ്ങളിൽ, അതായത് പുലിക്കളിയുടെ ഓവറോൾ മത്സരങ്ങളുണ്ട്, ഫസ്റ്റ് പ്രൈസ് അടക്കമുള്ള സമ്മാനങ്ങളുണ്ട്, ഒപ്പം തന്നെ മികച്ച പുലിവണ്ടി, അതുപോലെ തന്നെ അത്തരത്തിൽ വിവിധ കാറ്റഗറികളിൽ അയ്യന്തോൾ ദേശം നേടിയ ആ ഒരു നേട്ടങ്ങളാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം അയ്യന്തോൾ ദേശം എത്രത്തോളം ഗൗരവത്തോടെയാണ് ഈ പുലിക്കളിയെ കാണുന്നത് എന്നുള്ളതാണ്. ഇത്തവണ ഇതേ ഒരു പുലിക്കുടയുമായാണ് ഇത്തവണ അയ്യന്തോൾ ദേശം എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇവരുടെ അയ്യന്തോൾ ദേശത്തിൻ്റെ ഒരു ലോഗോയാണിത്. ഇതും വെച്ചുകൊണ്ട് സ്വരാജ് റൗണ്ടിൽ, വടക്കുന്നാഥൻ്റെ പ്രദക്ഷിണ വഴിയായിട്ടുള്ള സ്വരാജ് റൗണ്ടിൽ ഒരു മാസ് ഡ്രിൽ അതുണ്ടാകുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ PR അദ്ദേഹം കൃഷ്ണസാട്ട ഈ പുലിക്കുട ഇതെന്താണെന്ന് പറയാം. നമ്മളെ കുറച്ച് നാളുകളായിട്ട് കാലാവസ്ഥ ഒരു അനുകൂലമായിരുന്നില്ല. അപ്പം മഴ പെയ്താലോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. മഴ പെയ്താൽ പുലികളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ദേശത്തിനുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു കുട കൊടുക്കാമെന്നുള്ളൊരു ആഗ്രഹം വന്നു. അപ്പോൾ പുലിക്ക് പുലിക്കുട തന്നെ വേണം. തൃശ്ശൂർ പൂരത്തിന് കുട വരുമ്പോൾ പുലികൾക്കും കുട കൊടുക്കാമെന്നുള്ളൊരു കൺസെപ്റ്റിൽ നിന്നാണ് ഇതിങ്ങനെ ഒരു ആശയം വന്നത്. അപ്പോഴാണ് ഒരു ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം കുട. കാരണം പുലി കലാകാരന്മാരുടെ കലാവിരുത് ജനങ്ങൾ കാണാതെ പോകരുത്. അപ്പോൾ അതൊരു ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഇത്തരത്തിലുള്ളൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കുട നമ്മൾ അവതരിപ്പിച്ചത്. എല്ലാ പുലികളും 51 പുലികളും അയ്യന്തോളിൻ്റെ 51 പുലികൾ ഇത്തരത്തിലുള്ള കുട ചൂടി ഒരു മാസ് ഡ്രില്ല് കാണുമ്പോൾ അത് കാണാൻ ജനസാഗരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ്. ഒരു നമുക്കറിയാം ഈ സന്ധ്യയൊക്കെ ആകുമ്പോൾ റിഫ്ലക്ടറുകൾ ഉണ്ടാവും, ലൈറ്റിൻ്റെ ഒരു റിഫ്ലക്ഷനൊക്കെ ഉണ്ടാകും. അങ്ങനെ ഇതൊരു നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു ദൃശ്യ ഭംഗി ഉണ്ടാക്കാൻ കഴിയും. അതിനൊപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ മൊബൈൽ അല്ലേ. എല്ലാവരും എന്ത് കിട്ടിയാലും മൊബൈലിൽ പകർത്താൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാ മലയാളികളും, അല്ലെങ്കിൽ എല്ലാ ജനങ്ങളും. അപ്പോൾ അവർക്ക് അവരുടെ ക്യാമറയിൽ പകർത്താൻ നല്ല ദൃശ്യങ്ങൾ സമ്മാനിക്കേണ്ട ഉത്തരവാദിത്വവും നമുക്കുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു കുട അവതരിപ്പിച്ചത്. പുറകിൽ കിടക്കുന്ന ട്രോഫികളുടെ കൂട്ടത്തിൽ എത്ര ട്രോഫി ഇത്തവണ കയറ്റാൻ പറ്റും? എല്ലാം കയറ്റണം തന്നെയാണ് നമ്മുടെ ആഗ്രഹം അത് തന്നെയാണ്, അതിന് തന്നെയാണ് പ്രവർത്തിക്കുന്നതും. പക്ഷേ അതിനേക്കാൾ ഉപരി ജനഹൃദയങ്ങളിൽ കയറിക്കൂടുക എന്നുള്ളതാണ്, ജനമനസ്സുകളിൽ കയറിക്കൂടുക എന്നുള്ളത് തന്നെയാണ് അയ്യന്തോളുടെ ലക്ഷ്യം. അപ്പോൾ അങ്ങനെ പുലികളൊക്കെ ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കും. ഞാനിപ്പോൾ പുലികളുടെ കൂട്ടത്തിലേക്ക് പോകുമ്പോഴേ എനിക്ക് പരിചയമുള്ളൊരു മുഖം കണ്ടു. ഇത് എനിക്ക് പരിചയമുള്ളൊരു മുഖമാണ്. ഒരു മാധ്യമപ്രവർത്തനാണ്, ഒരു ക്യാമറമാനാണ്. എന്താണ് ഈ പുലിവേഷത്തിൽ ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഫിഗർ വരച്ചു, ഇനി ഞാൻ ഔട്ടർ വരയ്ക്കും. ആദ്യമായിട്ടാണോ? അല്ലല്ല, 4ാം തവണ. 4ാം തവണയാണ്. അപ്പോൾ ഈ മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ ഈ പുലിക്കളി ലഹരി ഒരു ഇൻട്രസ്റ്റ് കൂടുതലാണ് പുലിക്കളിയോട്. ക്യാമറമാനാണ്? അതെ, ക്യാമറമാനാണ്. പിന്നെ നമ്മൾ ഈ തൃശ്ശൂർക്കാർക്ക് പറയുമ്പോൾ പുലിക്കളി, പൂരം, അതിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് എനിക്ക് പുലിക്കളിയാണ്. അപ്പോൾ അതിനോടുള്ള ഇൻട്രസ്റ്റാണ് ഇപ്പോൾ ഇവിടെ വരെ എത്തിച്ചത്. ഇന്നത്തെ ദിവസം ലീവ് എടുത്ത് ഇന്ന് പുലിക്കളിക്കപ്പോൾ? അതെ, ഇത് 3-4 മാസം തന്നെ നമ്മൾ അതിൻ്റെ ഒരു ഒരുക്കങ്ങൾ തുടങ്ങും. അതിലൊരു ഇൻട്രസ്റ്റ് ഉള്ളിൽ തന്നെ വന്നു തുടങ്ങും. കുറച്ചുകൂടി വയറൊക്കെ ആവുകയാണെങ്കിൽ ഞാനും കൂടാം കുറച്ച് വരും വർഷങ്ങളിൽ എപ്പോഴെങ്കിലും. തീർച്ചയായിട്ടും കൂടണം. വേണ്ട വയറ് കൂടിയിട്ട് തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം ഇട്ടോ. അപ്പം ആഹാരം കൂടൂലേ? പിന്നെ തീർച്ചയായിട്ടും അതിപ്പോൾ വൈകിട്ട് ഇറങ്ങുമ്പോൾ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് വേറെ തന്നെയായിരിക്കും. നമുക്ക് ഒരു അമ്മയൊക്കെ ഇവിടെ പുലിക്കളിയുടെ ഒരുക്കങ്ങൾ കാണാൻ വേണ്ടി ഒരു അമ്മയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അമ്മ എങ്ങനെയാ ഈ പുലിക്കളി ഒരുക്കം കാണാൻ എത്തിയാണോ? എങ്ങനെയാണ്? വിദേശക്കാരിയാണോ? അല്ല, ഇരിങ്ങാലക്കുട വീട്. ഇരിങ്ങാലക്കുടയിൽ നിന്നാണ്. എൻ്റെ മകളുടെ കുട്ടി കാനഡയിലായിരുന്നു. അപ്പം അവൻ വന്നിട്ടുണ്ട്. അപ്പം അവൻ വന്നപ്പോൾ അവൻ്റെ കൂടെ വന്നതാ. ഒരാരും ഉണ്ടായില്ല. പിന്നെ ഇത് എൻ്റെ ഒരു അനിയൻ കിടാവാ. ഇങ്ങനെ ഈ പുലിയുടെ ഒരുക്കങ്ങളൊക്കെ കണ്ടിട്ട് എന്താ തോന്നി? നല്ലത്, ഭയങ്കര ഇത്. അവർ എന്തോരം കഷ്ടപ്പെടണേ എനിക്ക് തോന്നി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇതേപോലെയൊക്കെ നിന്ന് ചായക്കിട്ട് നിൽക്കുമ്പോഴേ ഞാനിങ്ങനെയൊന്നും വന്ന് കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ്. TV-യിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ? TV-യിലും പിന്നെ ഒരിക്കൽ ചെറുപ്പത്തിലേ വന്ന് തൃശ്ശൂർ വന്ന് കണ്ടിട്ടുണ്ട്. ഇപ്പം ആദ്യമായിട്ടാണ് ഈ കൊച്ചിൻ്റെ കൂടെ വന്ന കാരണം. തവണ കാണാനിരിക്കുന്നുണ്ടോ? ഇരിക്കണം എന്നുണ്ട്.
അമ്മ ഇത്തരത്തിൽ പ്രായഭേദമന്യേ അങ്ങനെ എല്ലാവരും ഈ പുലിക്കളി ആസ്വദിക്കാൻ വേണ്ടി എത്തുകയാണ്. കാരണം പുലിക്കളി ഇപ്പോൾ നമ്മൾക്ക് കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഏത് ജോലി ചെയ്യുന്നവരാകട്ടെ, ഏത് പ്രായത്തിലുള്ളവരാകട്ടെ, അവരെല്ലാവരും ഇങ്ങനെ പുലിക്കളി ഈ പുലിക്കളിയുടെ ഭാഗമാവുക, തൃശ്ശൂർ പൂരത്തിൻ്റെ ഭാഗമാവുക എന്നൊക്കെ പറയുന്നത് അത് അതിൻ്റേതായിട്ടുള്ളൊരു വലിയൊരു ലഹരി തന്നെയാണ്. നമുക്കറിയാം ഒരു പാട്ടുണ്ട്, പൂരങ്ങളുടെ പൂരമുള്ളൊരു നാട് ഞങ്ങളുടെ നാട്, ഓണത്തിന് പുലിയിറങ്ങണ നാട് ഞങ്ങളുടെ നാട് എന്ന്. അതായത് ഇപ്പറഞ്ഞ നാടിന് കര 7 മുട്ടുക്ക് പേര്, അതാണ് തൃശ്ശൂർ പേരൂർ എന്നുള്ളത്. അപ്പോൾ ഈ പുലിക്കളിയും അതുപോലെ തന്നെ പൂരവുമെല്ലാം ഒത്തുചേരുന്ന വിവിധ സാംസ്കാരിക ബിംബങ്ങളെല്ലാം തന്നെ ഒത്തുചേരുന്നത് കൊണ്ടാണ് തൃശ്ശൂർ നഗരത്തിന്, വടക്കുന്നാഥൻ്റെ ക്ഷേത്ര മൈതാനത്തിന് ചുറ്റും പരന്നിറങ്ങുന്ന ഒരു നഗരത്തിന് തൃശ്ശൂർ പേരൂർ എന്ന പേര് വരുന്നത്. അതുപോലെ തന്നെ അതിന് സാംസ്കാരിക നഗരി എന്നുള്ള പേര് വരുന്നതും ഇത്തരത്തിലുള്ള ആഘോഷങ്ങളും ഇത്തരത്തിലുള്ള ബിംബങ്ങളും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും എല്ലാം കൊണ്ടാണ് ആ സാംസ്കാരിക നഗരി ഇന്ന് തേക്കിൻകാട് മൈതാനം എന്ന് നമ്മൾ പറയാറുണ്ട്. ആ തേക്കിൻകാട് മൈതാനം അക്ഷരാർത്ഥത്തിൽ ഇന്ന് കാടായി മാറുന്നു എന്നുള്ളതാണ്. കാരണം ആ കാടാവുമ്പോൾ പുലി വേണം. ഇത്തവണ ഒരു പുലിയല്ല, 450ഓളം പുലികളാണ് ഇത്തവണ ഇറങ്ങുന്നത്. 9 പുലിമടകളിൽ നിന്നായി 450ഓളം പുലികളിങ്ങനെ ഇറങ്ങി അരമണി കിലുക്കി ഇപ്പോൾ ഈ വേഷം, ഇദ്ദേഹം ധരിച്ചിരിക്കുന്ന വേഷം, ഈ പുലിവേഷം ധരിച്ചിട്ടുണ്ട്. പെയിൻറ്റിങ് ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. അവസാനമായി ആ കിരീടം കൂടിയുണ്ട്, അതായത് ഈ മുഖമൂടിയുണ്ട്. ആ പുലിയുടെ മുഖമൂടി കൂടി ധരിക്കുന്നതോടുകൂടി അത് വളരെ അതിമനോഹരമായിട്ടുള്ള ആ കറക്റ്റ് പുലിയുടേതായിട്ടുള്ള എല്ലാ ഭാവഭേദങ്ങളിലേക്കും മാറും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മോടൊപ്പം MLA കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഈ കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക ഒരു ബിംബം കൂടിയാണ് ഈ പുലിക്കളി എന്ന് പറയുന്നത്. ഇത്തവണ ടീമുകളുടെ എണ്ണം കൂടുന്നു. എങ്ങനെയാണ് ഇത്തവണത്തെ പുലിക്കളിയെ കാണുന്നത്? ഇത്തവണ 12 പുലിക്കളി സംഘങ്ങളാണുള്ളത്. കോവിഡിന് ശേഷം ഏറ്റവും ഉഷാറായ പുലിക്കളി സംഘങ്ങളുടെ വരവാണിപ്പോൾ ഉള്ളത്. ഫോക്ലോർ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് ഓരോ കൊല്ലവും പുതിയ പുതിയ ഫ്ലോട്ടുകൾ കൊണ്ടുവന്നുകൊണ്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. കോർപ്പറേഷൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ സഹകരണമുണ്ട്. ഇതിൻ്റെ സെക്രട്ടറി അഡ്വക്കേറ്റ് റോബ്സൺ പോൾ നിങ്ങളോട് സംസാരിക്കും. പറയൂ ചേട്ടാ, എത്രത്തോളം ഉഷാറാണ്? ഞങ്ങളുടെ എല്ലാവിധ ഒരുക്കങ്ങളും കഴിഞ്ഞു. ഞങ്ങൾ ജനുവരി മാസത്തിൽ തുടങ്ങിയ പ്രവർത്തനമാണ്. ഇപ്പോൾ ഈ സെപ്റ്റംബർ മാസത്തിലേക്ക് എത്താൻ എല്ലാ ദിവസവും കമ്മിറ്റികൾ വിളിച്ചുകൂട്ടി അതിൻ്റെ ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടാണ്. ആ പുലികളുടെ വേദന, പുലിക്കൊരു വേദനയുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ അരമണി എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇത് കെട്ടിയിട്ടാണ് ഈ വയറ് കൊലുക്കുന്നതും അരമണിയും. ഞാൻ ചാത്തുണ്ണിയാശാൻ്റെ വീട്ടിലേക്ക് മരിക്കുന്നതിന് മുമ്പ് പോയിരുന്നു. ആ അവലംബയായിട്ട് നിൽക്കുമ്പോഴും കട്ടിൽ കിടക്കുമ്പോഴും അരമണി കൂടെ പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് ഞങ്ങളൊന്ന് കിളിക്കാൻ പറയുമ്പോൾ എങ്ങനെയാണോ ഈ വടക്കുന്നാഥ ക്ഷേത്രത്തെ മൈതാനത്തിന് ചുറ്റും അദ്ദേഹം അത്രയും ആവേശത്തോട് തന്നെയാണ് അത്രയും വയ്യാതെ കിടക്കുന്ന സമയത്തും ആ അരമണി കിളിക്കിയത് എന്നുള്ളതാണ്. ഇവർക്കുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഈ അരമണി കെട്ടിയിട്ട് ഈ 4.5 മണിക്കൂർ 5 മണിക്കൂർ നടക്കുമ്പോൾ ഇതിൻ്റെ വെയിറ്റ് കൊണ്ട് ഈ സൈഡിലെ തൊലി മുഴുവൻ പൊട്ടും. അപ്പോൾ ഇപ്പം ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു പട്ടയാണ്. ഒരു തുണിയുടെ പട്ട വെച്ച് കെട്ടിയിട്ട് ആ പട്ടയുടെ മുകളിലാണ് ഇത്തവണ അരമണി കെട്ടുന്നത്. പിന്നെ പുലിക്ക് വീട്ടിലേക്കുള്ള ഭക്ഷണം ഞങ്ങൾ ഇന്നലെ വിതരണം ചെയ്തു. 5 പേർക്കുള്ള ഭക്ഷണം വിതരണം ചെയ്തു. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഈ കലാകാരന്മാരെ സംരക്ഷിക്കുക എന്നതുകൂടി ഞങ്ങളുടെ കാര്യമാണ്. ഇനി ഞങ്ങൾക്ക് ആകെയുള്ളൊരു അഭ്യർത്ഥന, ഇതിനെ ഫ്ലോക്ലോറിൽ പെടുത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് ഇൻഷുറൻസ്, ഇവർക്ക് പെൻഷൻ, അതുപോലുള്ള കാര്യങ്ങൾ കൂടി ഇതിനൊരു കലാരൂപമായിട്ട് ഗവൺമെൻറ് ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല. അതാണ് ഇതിനി ചെയ്യേണ്ടത്. ഇനി ഭാവിയിൽ ഇവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടാനും കൂടുതൽ ആളുകൾ ഈ രംഗത്തേക്ക് വരാനും ഇത് നല്ല സുഖമുള്ള ഏർപ്പാടല്ല. ഈ 12 മണിക്കൂർ നേരം ഈ പെയിൻറ്റ് മേത്ത് തേച്ച് നിൽക്കുക എന്ന് പറയുന്നതും അത് മാറ്റാൻ ഒരു 3 മണിക്കൂർ വേറെ. അപ്പോൾ അതുകൊണ്ട് ഇവരെ ഈ കലാകാരന്മാരെ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഫ്ലോക്ലോർ അക്കാഡമിയിലേക്ക് പെടുത്തി അവർ അംഗീകരിക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള. അങ്ങനെയാണെങ്കിൽ ഇത്തവണ 9 ആണെങ്കിൽ അടുത്ത തവണ 12ഉം 16ആയിട്ടും മാറും. അത്തരത്തിലുള്ള അംഗീകാരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. കാരണം കേന്ദ്ര ഗവൺമെൻറ് 3 ലക്ഷം രൂപ പ്രഖ്യാപിച്ചു. അതുണ്ടാക്കാൻ പോകുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ട്. അതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം കൂടുതൽ ആൾ വരും. അത് തന്നെയാണ് ഇപ്പോൾ 5 മേഴൊക്കെയായി കുറഞ്ഞിടത്ത് നിന്നാണ് ഇപ്പോൾ 9 ആയിട്ട് അന്യം നിന്ന് പോയതുമാണ്. ചില വർഷങ്ങളിൽ ആരും ഇല്ലാത്ത വർഷങ്ങളുണ്ടായിട്ടുണ്ട്. അതിന് തൃശ്ശൂർ കോർപ്പറേഷനാണ് ആ കാര്യത്തിൽ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മേയർ
അദ്ദേഹം പുലിക്കളിയെ പ്രൊമോട്ട് ചെയ്യുന്നതിലും അതിനെ പ്രചരിപ്പിക്കുന്നതിലും കാണിക്കുന്ന ഉത്സാഹം അതിഗംഭീരമാണ്. പിന്നെ നമ്മുടെ എം എൽ എ ഞങ്ങൾ വേഷം വരയ്ക്കണം തീരുമാനിച്ചു, പക്ഷെ ആള് ശരിയാവണില്ല. MLA-ക്ക് ഇനിയും വയറായിട്ട് വരാന്നാണ്. അല്ല, അതെ ഞങ്ങൾ രണ്ടാളും കൂടി ഒരുമിച്ച് ഒരു മാധ്യമപ്രവർത്തകനാണ്, ഒരു ക്യാമറമാനാണ് ആളും ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത വർഷം വയറൊക്കെ ആവുകയാണെങ്കിൽ ഞാനും കൂടെ കൂടാന്ന് വന്നോളൂ. ഇനി സ്ലിം പുലികളെ കൂടി ആവശ്യമുണ്ട്. ChatGPT പുലികളും ഇതൊക്കെയാണല്ലോ ഇനി ആവശ്യം. ആവേശം ഒട്ടും ചോരുന്നില്ല. എന്തായാലും പുലിക്കളി അത് ഇനി എന്താണ് ആവേശത്തിന്റെ ആ ഒരു സസ്പെൻസുകൾ എന്നൊക്കെ അറിയാൻ ഇനിയുള്ള ഒരു കാത്തിരിപ്പ് തന്നെയാണുള്ളത്.